ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ നേരെ പോകുന്നത് കോഴിക്കോടേക്കാണ്. അപ്പോൾ കോഴിക്കോട് പോകേണ്ട ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നേരെ കോഴിക്കോടേക്ക് വണ്ടി വിട്ടു. സമയം ഉച്ചയാവാറായപ്പോഴേക്കും നല്ല വിശപ്പൊക്കെ വന്നു തുടങ്ങിയിരുന്നു. അങ്ങനെ വണ്ടി നിർത്തിയിട്ട് ചെറിയ രീതിയിൽ സ്നാക്കൊക്കെ വാങ്ങി കഴിച്ചിട്ടാണ് പോയത്. അങ്ങനെ ചോറിൻ്റെ സമയമായപ്പോഴേക്കും ഞങ്ങളവിടെ എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലെത്തി. അവിടുന്ന് ചോറൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അൽഫാം മന്തിയായിരുന്നു കഴിക്കാനുണ്ടായത്. അങ്ങനെ അതൊക്കെ ഞങ്ങൾ കഴിച്ചു. എന്നിട്ടൊന്ന് ഫ്രഷ് ആയതിന് ശേഷം പുറത്തേക്ക് പോയി. കോഴിക്കോട് പോയ സ്ഥിതിക്ക് എവിടെയെങ്കിലും ഒന്ന് കറങ്ങണ്ടേ എന്ന് കരുതി ഞങ്ങൾ നേരെ ഹൈലൈറ്റ് മാളിലേക്ക് പോയി. അങ്ങനെ താഴത്ത് നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തു നേരെ മുകളിലേക്ക് കയറി. അപ്പോൾ ഹൈലൈറ്റ് മാളിൽ ഇതിന് മുന്നേ 1-2 തവണ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഫസ്റ്റ് കയറിയത് ഹാംലീസിൻ്റെ സ്റ്റോറിലായിരുന്നു. അപ്പോൾ ഒരുപാട് ടോയ്സ് ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികളെയും കൊണ്ട് അധികം നേരം അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോഴാണ് അവിടെ ഒരു മിറർ മേസ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു സംഭവം ഇറങ്ങിയിട്ടുണ്ടെന്ന് കണ്ടത്. അങ്ങനെ ഞങ്ങൾ അവിടെ ടിക്കറ്റ് എടുത്തിട്ട് അതിനുള്ളിലേക്ക് കയറി. മിറർ മേസിൽ കയറിയിട്ട് ഏതായാലും പൈസ നഷ്ടമായിട്ടില്ല. കാരണം നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. വേറെ തന്നെ ഒരു സംഭവമായിരുന്നു. പിന്നെ ഞങ്ങൾ ഹോം സെൻറ്ററിലേക്ക് കയറി. അവിടെ ഒരു വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള സാധനങ്ങളുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു മായാലോകം തന്നെ ആയിരുന്നു അത് കണ്ടപ്പോൾ. അപ്പോൾ എനിക്കും അടുക്കളയിലേക്ക് 1-2 സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളതൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ലാസ്റ്റ് ഞങ്ങളങ്ങനെ ഫുഡ് കോർട്ടിലെത്തി. അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഓരോ
ഷവർമ വാങ്ങിക്കഴിച്ചു. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ സ്കൂൾ സപ്ലീസ് വാങ്ങാൻ വേണ്ടിയിട്ട് വേറൊരു ഷോപ്പിലേക്ക് കയറി. ഇതുപോലൊരു കളക്ഷന് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. എജുമാർട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, എന്നാലും ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. ഒരു സാധനം തന്നെ അതിൻ്റെ കുറേയധികം കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പെയിൻറ്റിങ്സിനാണെങ്കിലും ക്രാഫ്റ്റിനാണെങ്കിലും ഒക്കെ ഒരുപാട് കളേഴ്സിലും വെറൈറ്റീസിലും അവിടെ ഉണ്ടായിരുന്നു. അവിടെ അതൊക്കെ നല്ല ഭംഗിയിലാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള ടോയ്സും ബുക്സും ഒക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവർക്ക് ആവശ്യമുള്ള 2-3 സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങളുടെ ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഹൈലൈറ്റ് മാളിൽ നിന്ന് പതുക്കെ ഇറങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ യാത്ര തിരിച്ചു. ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലുള്ള വ്ളോഗ്സും ഫുഡ് വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺ ഷീ സ്റ്റോറീസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.